രാത്രി ഭക്ഷണത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഡിന്നർ വേറൊന്നും അല്ല, ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും മുട്ട ഓംലെറ്റും. ഞങ്ങൾക്ക് 3 പേർക്കും 3 തരത്തിലുള്ള ഓംലെറ്റ് അടിക്കുന്നത്. രാക്കി കുറച്ച് പച്ചമുളകൊക്കെ അങ്ങനെ കിടക്കണം. എനിക്ക് കുറച്ച് അധികം ക്രഷ്ഡ് ചില്ലി കിടക്കുന്ന ഇഷ്ടം. അങ്കുവിന് കുറച്ച് ക്രഷ്ഡ് ചില്ലി മതി. അങ്ങനെ ഓരോരുത്തരുടെയും രീതിയിൽ ഇതേ ഫുഡ് റെഡിയായി. കൂടെ ഓരോ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും. സത്യം പറഞ്ഞാൽ ഞാൻ ബ്രെഡ് കഴിക്കുന്നില്ല, എനിക്ക് ബ്രെഡ് വേണമെന്നില്ല. സിമ്പിളായിട്ട് ഓംലെറ്റ് അടിച്ചിട്ട് ജ്യൂസുമായിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിട്ട്. എല്ലാവർക്കും അപ്പോൾ സുഖമല്ലേ? നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ അച്ഛനും മോനും ഒന്നും സ്കൂളും ഓഫീസും ഒന്നുമില്ല. 3 പേരും ഒരുമിച്ച് നിൽക്കുന്ന ദിവസമായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലയുമാണ്. കടല രാക്കയുടെ സ്പെഷ്യൽ സ്റ്റൈലിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു, വെള്ളക്കടലയാട്ടോ. കുറേ ടൈം എടുക്കുന്നതൊക്കെ വെക്കാം, എന്നാലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പുട്ട് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നനച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കങ്ങ് ചുടുകയും ചെയ്യാം, രാക്കയെ കറി ഉണ്ടാക്കുമല്ലോ. എന്തായാലും ആദ്യം ചായയും അങ്കുവിൻ്റെ പാലും അതൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരുടെയും ദിവാലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ചെറിയ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിവാലിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയി, അതും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കുറേ നാളായിട്ട് വരാതിരുന്നത്. പിന്നെ മെയിൻലി ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാൻ മടിയെന്ന് വെച്ചാലേ, ഞാനാണെങ്കിൽ വലിയൊരു ബിഗ് ബോസ് ഫാനാണ്, ബിഗ് ബോസ് അഡിക്റ്റ് ആണ്. BB സീസൺ 7 ഞാൻ ഇതുവരെയും ബിഗ് ബോസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ആദ്യമായിട്ട് കാണുന്ന, ലൈവ് മുഴുവൻ ഇരുന്ന് കാണും. ശനി ഞായറും മാത്രമേ ഉള്ളല്ലോ അത് ലൈവ് ഇല്ലാത്ത, അന്ന് ഫ്രീ ആവും. അപ്പോൾ 10:30 രാവിലെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വെയിലൊന്നൊരു സംഗതിയേ ഇല്ല. ഇവിടുത്തെ പൊല്യൂഷനും കാര്യങ്ങളും ഈ ദിവാലി കഴിഞ്ഞാൽ കുറച്ച് കൂടുന്ന സമയമാണ്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ എന്തോ ക്ലൗഡ് സീഡിങ് ഒക്കെ നടത്തിയിട്ട് ഇവിടെ മഴ പെയ്ക്കാനൊക്കെ നോക്കിയിട്ട് ഒരു മഴയും പെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ നിൽക്കുക, സൂര്യനെ കാണാൻ പോലും പറ്റുന്നില്ല. മൂലയിൽ എവിടെയോ ഇപ്പോൾ ഒരു ആകെ ഒരു മഞ്ഞപ്പാണ്. നമ്മുടെ നെയ്ബർ ദീദി കുറേ നാളായിട്ട് ഇവിടെ ഇല്ല കേട്ടോ. അവർ അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വീട് പൂട്ടി അവർ കുറേ നാളായിട്ട് ഗുജറാത്തിലാണ്. നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ, ആകെ ഒരു മഞ്ഞപ്പാണ്. പുല്ലിന് പോലും പച്ചപ്പിനെക്കാട്ടി മഞ്ഞപ്പാണ് തോന്നിക്കുന്നത്. കുറച്ച് പൊല്യൂഷനും ഉണ്ട്, പിന്നെ വെയിലും ഇല്ല. ആകെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണ്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ രാക്കിക്ക് നമ്മുടെ കരിവേപ്പില വേണമെന്ന് പറഞ്ഞിട്ട് അങ്കു കരിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ചെടികളുടെയൊക്കെ അവസ്ഥ കണ്ടോ, അതും മഞ്ഞപ്പടിച്ചു പോയെന്നേ. സൂര്യൻ വരുന്നുണ്ടെങ്കിലും ഒരു മഞ്ഞിപ്പ് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ അങ്ങോട്ട് തിളങ്ങി നിൽക്കുന്നത് ഗ്ലാസ്സിൽ കൂടെ കാണുന്നില്ല, ആ ഒരു വെട്ടേ ഉള്ളൂ, അത്രക്കേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇനി ടപ്പേന്ന് തണുപ്പ് കൂടും. ഒരു മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പ് കൂടും. നമ്മൾ ഈ സമയത്ത് കുറച്ച് സൂക്ഷിക്കേണ്ട ടൈമാണ്. അപ്പം നമ്മുടെ ഹോർട്ടിക്കൾച്ചറുകാർ വെറുതെ തന്ന ആലോവേരയാണ്, കൂടെ ഒരു ഞാവൽ മരവും കൂടെ വളർന്നു വരുന്നുണ്ട്. ഇന്നിനി കുറച്ച് പുട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ രാക്കി. കടല ഉണ്ടാക്കുന്നതിനിടയിൽ നമുക്ക് അതും കൂടെ അങ്ങ് ചെയ്യാം. കരിവേപ്പില അങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ട്. രാക്കി തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് പുട്ടും ഉണ്ടാക്കി. എൻ്റെ പണി സൈഡിൽ കൂടെ അങ്ങ് തീർത്ത് കഴിഞ്ഞാലേ കറിയാവുമ്പോൾ അല്ലെങ്കിൽ പുട്ടായില്ലെങ്കിൽ വീണ്ടും ലേറ്റ് ആവും. ഓൾമോസ്റ്റ് ബ്രഞ്ചായിട്ട് തന്നെ കഴിക്കാൻ പോകുന്നത്. രാക്കി കുറേ സവാള അരിഞ്ഞു കഴിച്ചിട്ടുണ്ട്. ഇത്രയും ആവശ്യമൊന്നും ഇല്ലായിരുന്നില്ല, അത്രയും കടലയൊന്നും ഇല്ല. മസാല പുള്ളിക്കാരൻ മല്ലിയും മുളകും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ട് അത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ വേർഷൻ ഓഫ് കടല ആയിക്കൊണ്ടേയിരിക്കുന്നു. സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. സംഭവം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ അടിപൊളി. ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടേ. ഞാൻ പിന്നെ അത്ര അങ്ങോട്ട് അംഗീകരിച്ച് കൊടുത്തില്ല. വയറ് നിറഞ്ഞു. വെള്ളക്കടല പെട്ടെന്ന് നിറയും ചെയ്യുമല്ലോ, പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട. എന്തായാലും നല്ല അടിപൊളി കടലക്കറി ആയിരുന്നു. ബിഗ് ബോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയത്തില്ല ഞാൻ എന്തോരം അഡിക്റ്റ് ആയതിനെന്ന്. നമ്മുടെ തുണി നനപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ കഷ്ടമാണ്. 3 ദിവസം പിടിക്കും അത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടാൻ. ഒട്ടും വെയിലില്ല. പിന്നെ അകത്ത് തന്നെ സ്റ്റാൻഡിലൊക്കെ വിരിക്കും. വെയിലങ്ങോട്ട് വന്നില്ലെങ്കിൽ ആ തുണിക്കൊന്നും ഒരു മണം കിട്ടത്തില്ല, അതാണ് പ്രശ്നം. പുറത്ത് കണ്ടോ, ചെടിയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. കാരണം കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാലേ ഈ ചെടിയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. ആ സൈഡിൽ നിന്ന് പൂവൊക്കെ ഹോർട്ടിക്കൾച്ചറുകാർ പറിച്ച് കളഞ്ഞിട്ട് ഇനി പുതിയത് നടാനുള്ള ഒരു സെറ്റപ്പിലാണ്. എന്തായാലും ഇന്ന് കുറച്ച് കഴുകിയത് ഞാൻ ഇട്ടു. ഇതിങ്ങനെ തന്നെ ഇട്ടേക്കും. ഇപ്പം മഴയൊന്നും അങ്ങനെ പെയ്യുന്നേ ഇല്ല കേട്ടോ. ഉള്ള മഴയും കൂടെ നിന്നു. അവർ ഈ ക്ലൗഡ് സീഡിങ് ഒക്കെ ചെയ്തിട്ടാണ് തോന്നുന്നത്. ഈ കാണുന്ന ഒരു മഞ്ഞ വെട്ടാണ് നമ്മുടെ ചെടിക്കൊക്കെ കിട്ടുന്നത്. ആകെ ഈ ഒരു വാട്ട വെളിച്ചാണ് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത്.
വൈകുന്നേരത്തെ നമ്മുടെ വിളക്ക് കത്തിപ്പും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ടോ. ഞങ്ങൾ ആ ബ്രഞ്ച് കഴിച്ച് തൊളിപ്പി. പിന്നെ ഇടയ്ക്കൊരു ചായ കുടിച്ചു, അത്ര തന്നെ. അപ്പം നമ്മുടെ ഡിന്നർ കുറച്ച് വിസ്താരമായിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ ഐറ്റംസ് വാങ്ങി, ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ കയറ്റിയാലും മതി. പാവ് ഭാജി ഉണ്ടായിരുന്നു, നമ്മുടെ ഫുഡ് കോർട്ടിൽ നിന്നാണ് സ്പെഷ്യൽ പാവ് ഭാജി ഉണ്ടായിരുന്നു. എൻ്റെ പാവാണ്, പാവ് ബണ്ടേ നല്ല റോസ്റ്റ് ചെയ്ത അടിപൊളി ബണ്ണ്. ഇത് ബാജി, ഇവരുടെ പാവ് ഭാജി നല്ലതാണ്. പിന്നെ കച്ചോരി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ്, അതും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ചട്നി കിട്ടും, ഗ്രീൻ ചട്നി കിട്ടും, ഒരു റെഡ് ചട്നി കിട്ടും, പിന്നെ നാരങ്ങയും പച്ചമുളക് ചുട്ടതും അതൊക്കെ, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ സാധാരണ ഫുൽക്ക റൊട്ടി, ബട്ടർ റൊട്ടി. ഇത് കടായി പനീറാണ്. ഇത് നമ്മുടെ പനീർ ബട്ടർ മസാല. ഇത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വെച്ചു, കാരണം ഇത്രയും കഴിക്കത്തില്ല, ബാക്കിയപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ അടച്ച് വെക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് കുറച്ചേ കഴിച്ചാൽ മതിയല്ലോ എന്ന് വെച്ച് ഇങ്ങനെ നിരത്തി വെച്ചു. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു, ഒരു റൊട്ടി എടുത്തു, പാവണ്ണം എടുത്തു, കുറച്ച് കറി എല്ലാം എടുത്തിട്ട് ഇതാണ് അപ്പോൾ നമ്മുടെ ഡിന്നർ. അങ്കു സ്കൂളിൽ ഡ്രോൺ ഉണ്ടാക്കുന്നതിൻ്റെ സെലക്ഷനായി. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അവനിപ്പോൾ. വരച്ചൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, ഈ രീതിയിൽ എന്തോ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഇടയിലാണ് അവൻ. പിന്നെ വിൻ്റർ തുടങ്ങാറായി. അപ്പോൾ വിൻ്റർ ഡ്രസ്സ് നവംബർ 1 മുതൽ ഇടണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്രയും വിൻ്റർ ഡ്രസ്സ് ഇടുന്ന അത്രയും തണുപ്പൊന്നും ആയിട്ടില്ല. നല്ല വേർത്ത് ചൂടെടുത്ത് പിള്ളേർക്ക് പുഴുകും. എന്താകുമോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഡ്രസ്സുകൾ പുറത്തെടുത്തിട്ടിട്ടുണ്ട്. 2 ടൈപ്പ് യൂണിഫോം ഉണ്ട്, സ്പോർട്സ് യൂണിഫോമും നോർമൽ യൂണിഫോമും. ഈ പ്രാവശ്യം ഇത് ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു ജോഡിയും കൂടെ പിന്നെ വാങ്ങത്തുള്ളൂ. അവൻ അത്ര കറക്റ്റ് അല്ലെങ്കിൽ ഈ 2 ജോഡിയാണ്, മൊത്തത്തിൽ 4 ജോഡി വാങ്ങേണ്ടി വരും, കാരണം 2 സെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ബ്ലേസർ അത് കറക്റ്റാട്ടോ, അത് കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി വലുതായിരുന്നു. ബ്ലേസർ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, എപ്പോഴും ഒന്നും ഇടേണ്ട കാര്യമില്ല. ഒത്തിരി തണുപ്പത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പം അങ്ങനെ ഇടത്തുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് അത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ ദീപാവലിക്ക് നമ്മുടെ ലൈറ്റ് ഇതായിരുന്നു കേട്ടോ. ശരിക്കും ഇത് അടിപൊളി ലൈറ്റാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇത് പാറു നമ്മുടെ അങ്കുന് ഗിഫ്റ്റ് അയച്ചു കൊടുത്തതാ. ഒരു റോബോട്ടാ, അത് ഞാൻ നോക്കിയേ. താഴോട്ടൊക്കെ ഇറങ്ങി നിങ്ങളുടെ ദേഹത്തോടൊക്കെ ഇങ്ങനെ ഒളി, നിങ്ങളുടെ ദേഹത്തൂടൊക്കെ ലൈറ്റ് ഉണ്ട്. അത് ഓഫ് ചെയ്ത് എന്താ? ദേഹത്തൂടൊക്കെ അങ്കു നടന്നു പോയപ്പോഴേ ശരിയാ. സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ. സ്പേസ് റിലേറ്റഡ് എന്തോ സംഭവം, ഗാലക്സി പോലൊക്കെ വരുന്നതാ. ഒരു ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പൊട്ടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പെട്ടിയിൽ വന്നു. ഇതൊരു റോബോട്ടാണ്. ഇതിനകത്താണ് ഗാലക്സിയുടെ കുറേ ലൈറ്റ്സ് പോലെ എന്തൊക്കെ വരും. അങ്കു സ്പേസിനെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ആ സമയത്ത് പാറു ഓർഡർ ചെയ്ത് അയച്ചു കൊടുത്തതാ. അങ്കുന് ഒത്തിരി ഇഷ്ടമായി സംഭവം. കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാനിനി വരാം. എന്തായാലും ബിഗ് ബോസ് കഴിയുന്നവരെ എനിക്ക് ആകെ ഒരു മടിയാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരാം. താങ്ക് യു ഡിയേഴ്സ്.